നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. നമ്മൾ കാണുന്ന റൊമാൻറ്റിക് ഡ്രാമ പോലെ നല്ല റിയൽ ലൈഫ്. ഇതുപോലുള്ള കലിപ്പന്മാരെ സഹിക്കാൻ കുറച്ച് പാടാ. ദേഷ്യം തലക്ക് പിടിച്ച് പെമ്പിളേരെ കുത്തിക്കൊല്ലുന്നോ വെട്ടിക്കൊല്ലുന്നൊക്കെ ന്യൂസിൽ നീ കണ്ടിട്ടില്ലേ? പെമ്പിളേരെന്താ ചുമ്മാ നിൽക്കുവാണോ? കഷായത്തിൽ വിഷം കൊടുത്തു കൊല്ലുന്നു, സൈനൈഡ് കൊടുത്തു കൊല്ലുന്നു. അതുപോലെ ന്യൂസിൽ കാണുന്നില്ലേ? കാവ്യ തിരിച്ചും പറഞ്ഞു. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് അവിടെ ഒരു ലിപ് ലോക്ക്. മര്യാദക്ക് നടക്ക്. കാവ്യയുടെ കയ്യിൽ പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു. ഓഫീസിന് മുന്നിൽ എത്തിയപ്പോഴേ കണ്ടു വല്ലാത്ത തിരക്ക്. ഗാർഡൻ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായ പല വർണ്ണത്തിലുള്ള പൂക്കൾ പൂത്തു നിൽക്കുന്ന വിശാലമായ ഗാർഡൻ. അതിന്റെ ഭംഗി ആസ്വദിച്ച ശേഷം അകത്തേക്ക് കയറി ഇരുവരും ലിഫ്റ്റിന് നേരെ നടന്നു. കാവ്യ 6th ഫ്ലോറിൽ ഇറങ്ങി. നീലാംബരി 12th. രാവിലെ ഉറക്കമുണർന്നപ്പോഴേ ജാനു വല്ലാത്ത തലവേദനയായിരുന്നു. എന്നിട്ടും അവൻ വർക്കൗട്ട് മുടക്കിയില്ല. വർക്കൗട്ടിന് ശേഷം തിരികെ ഫ്ലാറ്റിലെത്തിയ ജാൻ ലിവിംഗ് റൂമിലെ സോഫയിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് ജാനും കിരണും തങ്ങളുടെ ഫ്ലാറ്റിൽ തിരികെ എത്തിയത്. റൂമിൽ നിന്നും ഷർട്ടിന്റെ സ്ലീവ് നേരെയാക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കിരൺ കാണുന്നത് വിയർത്തൊട്ടിയ ജിം ഡ്രസ്സിൽ സോഫയിൽ ഇരുന്നുറങ്ങുന്ന ജാനെയാണ്. നീ ഉറങ്ങുകയാണോ? റെഡിയാവുന്നില്ലേ? അത് കേട്ടാൽ മെല്ലെ കണ്ണുകൾ തുറന്ന് കിരണിനെ നോക്കി വലതു കൈ കൊണ്ട് നെറ്റിയെന്ന് ഒഴിഞ്ഞു. എന്താടാ, സുഖമില്ലേ നിനക്ക്? പനിയുണ്ടോ? കിരൺ ജാന്റെ നെറ്റിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, വല്ലാത്തൊരു ഹെഡ് ഏച്ച്. ജാന്റെ ശബ്ദം വല്ലാതെ നേർത്തുപോയിരുന്നു. എന്നാ നീ റെസ്റ്റ് എടുക്കും. ഓഫീസിലായാലും ഞാൻ നോക്കിക്കോളാം. നോ കിരൺ, ഐ ആം ഫൈൻ. നീ വിട്ടോ, ഞാൻ എത്തിയേക്കാം. ഐ നീഡ് സം മോർ ടൈം. ഓക്കെ, എന്നാൽ ഞാൻ ഇറങ്ങാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ജാനൊന്ന് മൂളി. ജാൻ നേരെ റൂമിൽ പോയി. ബാത്റൂമിൽ ഷവറിന് കീഴിൽ കണ്ണുകളടച്ച് ഒത്തിരി നേരം നിന്നു. തന്റെ ചൂട് പിടിച്ച തലയിലേക്ക് തണുത്ത വെള്ളം അരിച്ചിറങ്ങുന്നവൻ അറിയുന്നുണ്ടായിരുന്നു. ചൂട് പിടിക്കുമ്പോൾ തലയ്ക്ക് മീതെ ഒഴിക്കാനാവും. അപ്പോഴും നീലാംബരിയുടെ ശബ്ദം അവന്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. 12th ഫ്ലോറിൽ ഇറങ്ങിയ നീലാംബരി ആദ്യം ഒന്ന് പകച്ചു. ഇവിടെ സ്റ്റാഫുകൾ കുറവാണെന്ന് പറഞ്ഞിട്ട് 10-20 പേര് ഫസ്റ്റ് ഡേ തന്നെയുണ്ടല്ലോ. അവൾ ആരെയും നോക്കാതെ അവളുടെ ക്യാബിനിലേക്ക് നടന്നു. ഹേയ്, നീ ആരാ? പെട്ടെന്ന് കേട്ട സ്ത്രീ ശബ്ദം. നീലാംബരി വേഗം തിരിഞ്ഞു നോക്കിയ നിലയെ കണ്ടതും ആ പെൺകുട്ടിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അത് മറച്ചു വെച്ച് അല്പം ഗൗരവത്തിൽ വീണ്ടും അവൾ ചോദിച്ചു. ആരാ നീ? നിന്റെ പേര് പറ. നീലാംബരി. ഓ, ഇയാളാണതല്ലേ? എന്തി? ഒന്നുമില്ലേ, ഞാൻ കീർത്തന, ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. കീർത്തന കളിയാക്കും പോലെയാണ് ആദ്യം അത് പറഞ്ഞത്. ആണോ? അമലയ്ക്ക് വരും പുതിയ ആൾ വരുന്ന വിക്രം സാറ് പറഞ്ഞിരുന്നു. നീലാംബരി നിറഞ്ഞ ചിരിയോടെയാണ് പറഞ്ഞെങ്കിൽ കീർത്തനയുടെ മുഖത്ത് പുച്ഛമായിരുന്നു. പുതിയതോ? ഞാൻ പുതിയ ആളെന്നല്ല, ഞാൻ ജാൻ സാറിന്റെ വീട്ടിലെ മാനേജരാ. ഇപ്പൊ സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ശിവനാഥ് സാർ ഏൽപ്പിച്ച എന്നെ. ഹെഡാണെങ്കിലും PS പോലെ തന്നെയാ. കീർത്തനയ്ക്ക് ഇപ്പോൾ ഇതിവിടെ പറയേണ്ടത് അത്യാവശ്യമായിരുന്നു. കഴിഞ്ഞ രാത്രി മാൻഷനിൽ എല്ലാവരുടെയും ചർച്ചാ വിഷയമായ ആ പെൺകുട്ടി ആരാണെന്നറിയാൻ അവൾ കാത്തിരിക്കുകയായിരുന്നു. വിചാരിച്ച പോലെയല്ല, ഇവൾ അതീവ സുന്ദരി തന്നെയാണ്. ഇവള് തനിക്കെന്നല്ല, ഈ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു വെല്ലുവിളി തന്നെയാണെന്ന് കീർത്തനയ്ക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. പക്ഷെ കീർത്തനയുടെ വീമ്പ് കേട്ടിട്ട് നീലാംബരിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ദൂരെയായി കാണുന്ന ജാന്റെ ഓഫീസിലേക്ക് അവൾ പാളി നോക്കി. കരിപ്പന് എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. കിരണേട്ടൻ വരാതെ അബദ്ധമൊന്നും കാണിക്കാൻ പാടില്ല. മിണ്ടാതൊരിടത്തിരിക്കാം. ഓർത്തുകൊണ്ട് ക്യാബിനിലേക്ക് എത്തിയപ്പോൾ കണ്ടു ഡാലിയയുടെ പുച്ഛം കലർന്ന ചിരിയും കാലു മുതൽ ഉച്ചവരെ കണ്ണുകൊണ്ട് ഒഴിയുന്ന നോട്ടവും. എന്നാൽ അശ്വിനാവട്ടെ തന്റെ ചെയറിൽ ചാരിയിരുന്ന് അവളെ തന്നെ മിഴിച്ചിമാതെ നോക്കിയിരിപ്പാണ്. ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നീലാംബരി തന്നെ ചെയറിലിരുന്നു. തൊട്ടടുത്ത ചെയർ ഒഴിഞ്ഞു കിടക്കുന്നു. അവൾക്ക് കാവ്യ വല്ലാതെ മിസ് ചെയ്തു. കാവ്യ 6th ഫ്ലോറിലെത്തിയപ്പോൾ കണ്ടു അമല പഴയ പോലെ വിരലി പിടിച്ച് ഓടുകയാണ്. ദൈവമേ, ഈ കുരിശിന്റെ മുന്നിലാണല്ലോ ചെന്ന് പെട്ടത്. ഇറങ്ങി ഓടിയാലോ? ഒരു നിമിഷം കാവ്യ ഒന്ന് പകച്ചു. അപ്പോഴേക്ക് അമല അവിടെ അടുത്തെത്തിയിരുന്നു. യു, നീ എതെവിടെ? അത് കിരൺ പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് 6th വർക്ക് ചെയ്യാറ്. കാവ്യ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ഓ, ബട്ട് ഞാൻ അറിഞ്ഞില്ല. എനിവേ, വന്ന സ്ഥിതിക്ക് മിസ്റ്റർ കിരണിന്റെ ഓഫീസ് ടേബിൾ അറേഞ്ച് ചെയ്തേക്ക്. ഏണി അമല കാവ്യയോട് ആജ്ഞാപിച്ചു. കാവ്യ തൊട്ടടുത്തേണ്ട ക്യാബിനിൽ ബാഗ് വെച്ച് കിരണിന്റെ ഓഫീസിലേക്ക് കയറി. ഇവിടെ അറേഞ്ച് ചെയ്യാൻ ഇനി എന്താ ഉള്ളു? മൊത്തം നീറ്റാണല്ലോ. ആ പിശാചിനെന്തെങ്കിലും പണി നൽകി പറ്റത്തില്ലല്ലോ. ഏതായാലും വന്നല്ലേ, കുറച്ചു നേരം ഇവിടെ ചുറ്റിത്തിരിയാം. കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നപ്പോൾ തയ്യാറാക്കിയ ഫയൽസ് ചെക്ക് ചെയ്യായിരുന്നു നീലാംബരിയും ഡാലിയയും അശ്വിനും. പെട്ടെന്ന് പുറകിലൂടെ ആരോ നീലാംബരിയുടെ കണ്ണുകൾ പൊത്തി. അവൾ ആദ്യം ഒന്ന് പാച്ചെങ്കിലും കിരണിന്റെ പെർഫ്യൂം അവൾക്ക് പരിചിതമാണ്. കിരണേട്ടാ, കള്ളി പെണ്ണ്, നീ കണ്ടുപിടിച്ചല്ലോ. കിരൺ അവളുടെ കണ്ണിൽ നിന്നും കൈയെടുത്തുകൊണ്ട് ചോദിച്ചു. അവൻ കാവ്യയുടെ ചെയറിലേക്കൊന്ന് പാളി നോക്കി. ഇവള് വന്നിട്ടില്ലേ? നിലയോട് ചോദിച്ചാലോ? വേണ്ട, എന്ത് വിചാരിക്കും? എന്തൊക്കെയായിട്ട് ആലോചിക്കുന്നേ? ഒന്നുമില്ല, താനിങ്ങൊന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ നീലാംബരിയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളെയും കൊണ്ട് റെസ്റ്റ് റൂമിലേക്ക് പോയി. അവർ നടന്നു പോകുന്നത് നോക്കി ഡാലിയ അസൂയയോടെ ഇരുന്നു. എന്നാൽ കീർത്തനക്കൽപ്പം ആശ്വാസമായി. കിരണിന്റെ കൂടെ നടക്കട്ടെ ഇവള്. ജാന്റെ അടുത്തേക്ക് വരാൻ നോക്കണം. എങ്ങാനും ജാനിനെ ചുറ്റിപ്പറ്റി ഇവള് വരാനിടയായാൽ പിന്നീട് ഒരിക്കലും വരാൻ പറ്റാത്ത രീതിക്ക് ആക്കും ഞാൻ അവളെ. കീർത്തന മനസ്സിൽ കണക്ക് കൂട്ടി. കിരൺ നീലാംബരിയുടെ കയ്യിൽ പിടിച്ച് അടുത്തുള്ള ചെയറിലിരുന്നു. മോളെ ടെൻഷൻ ഉണ്ടോ? നീ പേടിക്കണ്ടോ. ഇപ്പൊ ശരിക്കും അവനോട് നീ ഒരു സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അവനിവിടെയുള്ള എല്ലാവരെയും ഒരുപോലെ കാണുന്നു.
പക്ഷേ നീ എനിക്ക് സ്പെഷ്യലാണ്. എനിക്ക് സ്പെഷ്യലായ ഒരാളെ ഞാൻ വെറുക്കാൻ പാടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു സോറി, അത്രയും വേണ്ടു. ആക്ച്വലി ഞാനെല്ലാം ഒരു വിധം പറഞ്ഞ് സെറ്റാക്കിയതാ. പക്ഷെ ലാസ്റ്റ് നിന്റെ ആ പുല്ലും വൈക്കോലും കാടിയും ഡയലോഗെല്ലാം ഒക്കെ കൊളാക്കി. നീലാംബരി നല്ലപോലെ ഒന്ന് വിളിച്ചു കാട്ടി. അവൻ വീട്ടിലൊന്നിട്ടും കലിപ്പായിരുന്നു. ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോയപ്പോ അവിടെയുള്ളവരോട് ഞാൻ കാര്യങ്ങൾ ചെറുതായിട്ട് സൂചിപ്പിച്ചു. അയ്യോ കിരണേട്ട, പ്രശ്നമായോ? എനിക്ക് പേടിയാകുന്നു. എന്റെ ജോലി. ആകെ പേടിച്ച അവൾ കിരണിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുനള്ളി ഇരുന്നു പോയി. ഏയ്, ജോലിക്കൊരു കുഴപ്പമില്ല, ഞാനില്ലേ ഇവിടെ. വീട്ടിലെല്ലാവരും ഒരു തമാശയായിട്ട് ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ നിന്നെ കൊണ്ട് ഏട്ടൻ സോറി പറയിപ്പിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ മോള് പറയണ്ട കേട്ടോ. ഇല്ല കിരണേട്ടാ, ഞാൻ തന്നെയാ തെറ്റിയത്. ആരെക്കുറിച്ച് ഒന്നും അറിയാതെ എന്തേലും മണ്ടത്തിന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതറിയാതെ വന്നു പോകുന്ന മനഃപൂർവ്വമല്ല. നമ്മൾ ഫ്രണ്ട്സൊക്കെ ചുമ്മാ ഗോസിപ്പ് പറയും പോലെ. പക്ഷേ ജാൻ സാറ് കേൾക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. സോറി പറയണമെന്നൊക്കെ എനിക്കും തോന്നിയതാ. ഞാൻ നിനക്ക് ആവിയോട് പറഞ്ഞിരുന്നു. നേരെ ചെന്ന് സോറി പറഞ്ഞാൽ തീരുന്നല്ല അവന്റെ ദേഷ്യം. അങ്ങനെ ചെയ്താവൻ നിന്നെ മൈൻഡ് പോലും ചെയ്യില്ല. സോ നീ അവന്റെ കാര്യങ്ങളൊക്കെ മിണ്ടാതെ ചെയ്തു കൊടുത്താൽ മതി. അവൻ ഇടയ്ക്കിടയ്ക്ക് ലെമണൈസർ ടീ കുടിക്കാറുണ്ട്. ചുമ്മാ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ ഇന്ന് അവൻ നല്ല തലവേദന ഉണ്ടായിരുന്നു. ഏടോ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വല്ല വിക്സോ മറ്റുണ്ടെങ്കിൽ എടുത്തു കൊടുക്കണം. അങ്ങനെ പയ്യെ പയ്യെ നീ നിന്റെ ഡ്യൂട്ടി അറിഞ്ഞു കണ്ട് ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവും അവൻ കുറച്ച് സോഫ്റ്റ് ആയെന്ന്. അപ്പം കയറി അങ്ങ് സോറി പറഞ്ഞേക്കണം. ഇന്നൊരു ദിവസം കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ എടുത്തിയാളരുത്. അവൻ സോറി ആക്സെപ്റ്റ് ചെയ്താൽ പിന്നെ മോൾ അവന്റെ ഭാഗത്തേക്ക് നോക്കണ്ട. സമാധാനത്തോടെ ഡ്യൂട്ടിയാ. എന്തേ, ഓക്കെ അല്ലേ? അവളൊരു തീരെ നിശ്വാസം എടുത്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ചേങ്കിരേട്ടാ, വീട്ടിൽ അനുഭവിക്കുന്ന ടെൻഷന്റെ പകുതി പോലും ഇല്ല ഇതൊക്കെ. എന്താ വീട്ടിലെന്താ? നില, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയണമെന്ന്. ഇപ്പൊ പറ, എന്താ നിന്റെ പ്രശ്നം? നീലാംബരി ഒന്ന് പരിങ്ങി. ഈ സിറ്റുവേഷനിൽ അറിയാതെ വായിൽ നിന്ന് വന്നുപോയതാണ്. ഏയ് അത് ഒന്നുമില്ലേട്ടാ. മതി, കൂടുതൽ സംസാരം വേണ്ട. ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ ഫോൺ ചെയ്യും. എനിക്കെല്ലാം അറിയണം, മനസ്സിലായോ? പിന്നെ മോളുടെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡ്രസ്സ് വീട്ടിലിടാൻ പറ്റില്ല അല്ലേ? കിരൺ ചോദിക്കുമ്പോൾ അവളൊരു പകപ്പോടെ അവനെ നോക്കി. എനിക്ക് തോന്നി ഇഷ്ടമില്ലാത്തവന്റെ കാഴ്ച മറക്കാനിടുന്ന ഒരു പർദ്ദയല്ലേ ആ വേഷം. കിരണിന്റെ ചിന്തകൾ ഒത്തിരി മുന്നോട്ട് പോയിരിക്കുന്നെന്ന് അവൾ ഓർത്തു. എനിക്ക് നിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലെന്നില്ല, പക്ഷെ നീ എന്റെ പെങ്ങളാണ്. ചിരിച്ചുകൊണ്ട് നടക്കുന്ന കിരണേട്ടിനെ മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അവനെ നിർത്തി. ഞാൻ ക്യാബിലേക്ക് പോവാ. ഞാൻ പറഞ്ഞൊക്കെ മോളൊന്ന് ആലോചിക്കുക. മാസ് ഡയലോഗും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ കാറ്റുപോലെ തിരികെ വന്നു. അതെ, മറ്റേ കുരിപ്പിനെ ഞാൻ തിരക്കിയെന്ന് പറയണേ, മറക്കല്ലേ. അതിനുള്ള മറുപടിയായി നീലാംബരി പറയാൻ വന്ന എന്താന്ന് പോലും കേൾക്കാതെ പാട്ടും പാടി അവൻ ഇറങ്ങിപ്പോയി. പോകും വഴി കിരൺ കീർത്തനയെ കണ്ടതും അവളെ അടുത്തേക്ക് വിളിച്ചു. ഏയ് കീർത്തന, അന്നേ ഒരു കാര്യം പറയാനുണ്ട്. അത് കേട്ട കീർത്തന എന്താ എന്ന ഭാഗത്തിൽ ബഹുമാനത്തോടെ കിരണിനെ നോക്കി. ഇന്നത്തെ ജാന്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ നീലാംബരി നോക്കട്ടെ. അവൾക്ക് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇന്നലെ വീട്ടിൽ സംസാരിച്ചൊക്കെ താനും കേട്ടല്ലേ. ഇവിടെ ഒന്നും ആരും അറിയാൻ പാടില്ല. ജാന്റെ സ്വഭാവം അറിയാലോ. വെറുതെ അവൻ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്ന അവിടെ ഓഫീസിലെ നിലനിൽപ്പിനെ ബാധിക്കും. ചിലപ്പോൾ അവൻ ആ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അവൾക്കൊന്നും അറിയില്ല. സോ താനൊന്ന് നോക്കി കണ്ട് ചെയ്യണം. ആദ്യം അവളോടുള്ള ദേഷ്യം ഒന്ന് മാറട്ടെ. അതിനെന്താ കിരൺ സാർ, ഞാൻ എല്ലാം നോക്കി കണ്ട് ചെയ്തോളാം. കുറച്ച് നാൾ മാൻഷനിൽ മാനേജറായിരുന്നല്ല ഞാൻ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ തന്നോട് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ കീർത്തനയുടെ ഉള്ളിൽ നുരയുന്ന വിഷം കിരൺ കണ്ടില്ല. അവസരം ഒത്തു വന്ന പോലെ അവൾ ഗൂഢമായി പുഞ്ചിരിച്ചു. കിരൺ 6th ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങി ക്യാബിനിലേക്ക് നടന്നു. എന്തോ ഒരു വിഷമം പോലെ, കംപ്ലീറ്റ് ആകാത്ത പോലെ ഒരു ഫീൽ. ക്യാബിൻ ഡോർ തുറന്ന് അകത്ത് കയറി കണ്ടു തന്റെ ടാബിലിരിക്കുന്ന ഫയൽ ഒതുക്കി വെക്കുന്ന കാവ്യ. അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. ഡേ, നീ എന്താടി ഇവിടെ? പെട്ടെന്നുള്ള അവന്റെ വിളിയിൽ അവളൊന്ന് ഞെട്ടി. ഓ, പേടിച്ചു പോയല്ലോ. ചോദിച്ചിട്ടില്ലേ നീ എന്താ ഇവിടെയെന്ന്? എനിക്കിന്ന് ഇവിടെയാണ് ഡ്യൂട്ടി. പിന്നെ ഓഫീസ് കയറി അമല പറഞ്ഞിട്ടാ. ഓഫീസ് റൂം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു അമല. ആദ്യത്തെ ഞെട്ടൽ മറച്ചു വെച്ച് വലിയ താല്പര്യമില്ല കാവ്യ പറഞ്ഞു. ഈ ഫ്ലോറിൽ ഡ്യൂട്ടി ചെയ്യാൻ നിന്നോട് ആരടി പറഞ്ഞേ? കിരൺ ഗൗരവം വാരി വിതറി. അത് കൊള്ളാം, ഇയാളല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞേ? അപ്പോഴാണ് ഇന്നലെ ഫോണിൽ കൂടി പറഞ്ഞ അവൻ ഓർത്ത്. ശരിക്കും തമാശ പോലെയാണ് അവനത് പറഞ്ഞെങ്കിലും കാവ്യ കാര്യമായി എടുക്കുമെന്ന് അവൻ കരുതിയില്ല. ഓഹോ, അതാണ് കാര്യമല്ലേ. ഞാനെന്തോ തമാശക്ക് പറഞ്ഞപ്പോ എന്തെങ്കിലും ഒന്ന് കേട്ട ഉടനെ പെട്ടിങ് കിടക്കെടുത്ത് അങ്ങ് ഇറങ്ങിക്കോളൂ. ഇന്നലെ അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയില്ല. കാവ്യക്ക് എന്തോ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായ പോലെ തോന്നി. ഞാൻ അറിഞ്ഞില്ല ഇയാൾ തമാശ പറഞ്ഞാണെന്ന്. ഞാൻ ഓർത്തു. പറഞ്ഞ് പൂർത്തിയാക്കാതെ അവൾ ഡോറിന് നേരെ നടന്നു. ഡീ, എവിടെ പോവാ? ഞാൻ എൻ്റെ ഫ്ലോറിൽ പോവാ. അതും പറഞ്ഞവൾ നടക്കാൻ തുടങ്ങിയതും അവനവിടെ കൈക്ക് പിടിച്ച് വലിച്ച് അവന്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു. പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ കിരണിന്റെ നെഞ്ചിൽ പോയി ഇടിച്ചു നിന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവനോട് ചേർത്ത് നിർത്തി. എന്നിട്ട് അവളുടെ കാതോരവൻ കാറ്റുപോലെ പറഞ്ഞു. എന്താ കാവ്യ ഇത്? സ്ലോ മോഷനിൽ നീ അടുത്തേക്ക് എന്ന് കരുതിയപ്പോ ഇങ്ങനെ ചക്ക് വീഴും പോലെയാണ് നെഞ്ചത്ത് വന്നിരിക്കുന്നത്. കാവ്യക്കെന്ന് ആദ്യമായി കിരണിനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നു. ഇയാൾ വിട്ടേ. അവളില്ലാത്ത ദേഷ്യം വരുത്തി കുതിരിമാറി നോക്കി. നീ അടങ്ങി നിൽക്കടി, ഞാൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. തിന്നാനെന്താ, ഞാൻ പല ഭക്ഷണമാണോ? ആണോ? എന്നാ ഞാനൊന്ന് തിന്നു നോക്കട്ടെ. അവനവളുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് കവളിൽ മൃദുവായി ഒന്ന് കടിച്ചു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. കിരൺ പ്ലീസ്.
അവനവളുടെ കണ്ണിലേക്ക് നോക്കി. പിന്നെ അവളിൽ നിന്ന് പതിയെ മാറി നിന്നു. ഒരിക്കൽ കൂടി അവൾ ഇരുത്തിയോ നോക്കി അവന്റെ ചെയറിലേക്ക് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നീ ഫുഡാണോ എന്ന് അറിയാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയല്ലേ? നിന്റെ സംശയം തീർന്നില്ലേ? നീ ഫുഡല്ല, പെണ്ണ് തന്നെയാ. കണ്ടില്ലേ AC റൂമിൽ നിന്ന് വിയർക്കുന്നു. എന്തായാലും ഇന്ന് നീ ഇവിടെ ഡ്യൂട്ടി ചെയ്തോ. നാളെ മുതൽ 12th പോയിക്കോ. ഇല്ലെങ്കിൽ മോളിങ്ങിന് ഡെയിലി വിയർക്കേണ്ടി വരും. പറന്നുപോയ കിളികൾക്കൊപ്പം കാവ്യ സ്വപ്ന ലോകത്തെന്ന പോലെ പുറത്തേക്ക് നടന്നു. നീലാംബരി ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു. കിരൺ പറഞ്ഞ് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ജാനെ സോപ്പിട്ട് കുപ്പിയിലാക്കണം. റെസ്റ്റ് റൂമിൽ നിന്ന് അവൾ തന്റെ ക്യാബിനിലെത്തി. കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഫയലിൽ നിന്ന് കുറച്ച് ഫയൽ കയ്യിലെടുത്ത് ജാന്റെ ക്യാബിൽ വെക്കാനായി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് ഡാലിയ ഓടി വന്ന് ഫയലിൽ പിടുത്തമിട്ട്, ഇന്നത്തെ സിയുടെ റൂമിലേക്കുള്ള ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം. ഡാലിയ പറഞ്ഞതും നീലാംബരി ആദ്യം ഒന്ന് പതിരെങ്കിലും ആൾക്ക് കിരൺ പറഞ്ഞ ഓർമ്മ വന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയാലേ തനിക്ക് സോറി പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാലിയെ നേരിടാൻ അവൾ തീരുമാനിച്ചു. ഡാലിയ, ഇത് കഴിഞ്ഞുള്ള ഫയൽ നീ എടുത്തെടുത്തോളൂ. ഇതാ 10 ഫയൽസേ ഉള്ളൂ, ഇനിയും കുറേ ഉണ്ടല്ലോ. എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, പ്ലീസ്. കാണും, സ്വാഭാവികം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കോഫി വേണം, ഇതൊക്കെയല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത്. സിഇഒയുടെ പ്രീതി പഠിച്ചു പറ്റി PS ആകാൻ നിനക്ക് മോഹം കാണും. എന്നാലേ അത് ഞാനിവിടെ ഉള്ളപ്പോൾ നടക്കില്ല മിസ് നീലാംബരി. അതിനുള്ള വെള്ളം നീലാംബരി വാങ്ങിവെച്ചോ. നിന്നെക്കാൾ ക്വാളിഫൈഡാ ഞാൻ, ഡാലിയ വാശിയോടെ പറഞ്ഞു. ഒപ്പം നീലാംബരിയുടെ കയ്യിലെ ഫയലിലായി അവൾ പിടിച്ച് ശക്തിയിൽ വലിച്ചു. ഡാലിയ, ഫയലിൽ നിന്ന് കൈയെടുക്ക്, അത് കീറും, പിടിച്ചു വലിക്കരുത്. അവളുടെ ചെറിയ രീതിയിൽ ഒന്നും തള്ളം നടന്നു, ഒരുമാതിരി LKG പിള്ളേരെ പോലെ. 1-2 ഫയലുകൾ അവളുടെ കയ്യിൽ നിന്ന് നിലത്തി വീണു. ഡാലിയ നീലാംബരിയെ പിടിച്ച് തള്ളി മാറ്റി ഫയൽ കൈക്കലാക്കി. എന്നാൽ ബാലൻസ് ഇട്ട് നില മുന്നോട്ട് വീഴാനാഞ്ഞു. ഓഫീസ് ആളിന്റെ ഡോറിന്ന് അകത്തേക്ക് കയറി വന്ന ജാനിന്റെ ദേഹത്തേക്ക് അവൾ പോയി ഇടിച്ചു നിന്നു. ദൃഢമായ എന്തിലോ ഒന്ന് തന്റെ മുഖം അവർ നിൽക്കുന്ന അവൾ അറിഞ്ഞു. പെട്ടെന്ന് മത്ത് പിടിപ്പിക്കുന്ന പെർഫ്യൂം സുഗന്ധം അതിന്റെ മാക്സിമം കാഠിന്യത്തിൽ വളരെ അടുത്തു നിന്ന് അനുഭവപ്പെട്ടു അവൾക്ക്. അവളൊന്ന് മേലേക്ക് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കി. ജാൻ. അവന്റെ നെഞ്ചിലാണ് തന്റെ മുഖം അമർന്ന്. അവന്റെ ഷർട്ടിൽ നിന്നുമാണ് പെർഫ്യൂമിന്റെ കടുത്ത സുഗന്ധം അനുഭവപ്പെട്ടത്. സൺഗ്ലാസ് വെച്ചിട്ടുള്ളതിനാൽ അവന്റെ കണ്ണുകളെ കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ ദൃഢമായ ശരീരത്തിൽ അമർന്ന അവളുടെ നനുത്ത ദേഹത്തിൽ ചേർന്ന് ഉരസിക്കൊണ്ട് തന്നെ അവൻ ക്യാബിലേക്ക് നടന്നുപോയി. അതുകൊണ്ട് തന്നെ അവൾ പുറകിലേക്കൊന്ന് ആഞ്ഞുപോയി. നിലത്തിടുന്ന ഫയലുകൾ ഡാലിയെ കയ്യിലെടുത്തു. കീർത്തൻ അവിടേക്ക് ഓടി വന്നു. നാളെ നിനക്കൊക്കെ ഇത് ചന്തയില്ല. ആ പോയാളൊരു മനുഷ്യനാണ്. അയാളെ വശീകരിച്ചിട്ട് എന്താണ് നിനക്ക് നേടാനുള്ളത്? അത് പറഞ്ഞപ്പോൾ കീർത്തനെ നോക്കിയ നീലാംബരിയാണ്. അവൾക്ക് ആകെ അപമാനം ഫീൽ ചെയ്തു. താൻ എന്തേ കാണിച്ച്? കിരൺ പറഞ്ഞു കേട്ട് ആ വെപ്രാളത്തിൽ ഞാൻ ക്യാബിൽ എത്തിയോന്ന് പോലെ അന്വേഷിക്കാതെ ഫയലും കൊണ്ട് ഇറങ്ങി തിരിച്ച നിമിഷത്തെ അവൾ ശപിച്ചു. എടുത്തയാളിൽ നിന്ന് കിരൺ പറഞ്ഞ ഓർമ്മയിൽ വന്ന് നീലാംബരിക്ക്. ജാന്റെ പുറകെ കീർത്തനെയും ക്യാബിലേക്ക് കയറി. ചെയറിലേക്ക് ഇരിക്കുന്നതിൽ കീർത്തനെ നോക്കി സൺഗ്ലാസ് ഊരിക്കൊണ്ട് ഞാൻ ചോദിച്ചു, വളരെ ദയർ. കീർത്തനെ കിട്ടിയ അവസരം നല്ലപോലെ ഉപയോഗപ്പെടുത്തി. വിഷമവും ചമ്മലും കലർന്ന ഭാവത്തിൽ അവൾ തട്ടിവിട്ടു. അതൊക്കെ സാറിനോട് പറയാൻ എനിക്ക് അല്പം വിഷമമുണ്ട്. ഈ ഗേൾസൊക്കെ ഇങ്ങനെ തുടങ്ങിയാലോ? ജാൻ സാറിന് അല്പം ഗ്ലാമർ ഉള്ളതുകൊണ്ട്. അത് സാറിന് ക്യാബിൻ ഡ്യൂട്ടി ചെയ്യാനുള്ള തർക്കമായിരുന്നു. മൊത്തം 4 ഓഫീസ് അസിസ്റ്റന്റ്മാരുണ്ടല്ലോ. ഡാലി ക്യാബിൽ ഫയൽ വെക്കാൻ തുടങ്ങിയപ്പോൾ നീലാംബരിക്ക് CEO ഓഫീസിൽ ഇന്നത്തെ ഡ്യൂട്ടി വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അവൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. യെസ് സർ. ആൾ കുടിലെറിഞ്ഞ് ചിരി ചുണ്ടിലൊളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സർ, വാട്ട് യു വാണ്ട് ടു ഹാവ്? കോഫി ഓർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ് കീർത്തന, എനിക്ക് നല്ല തലവേദന. ബ്രിങ് മീ എ ബ്ലാക്ക് കോഫി. ആൻഡ് ദാറ്റ് ഗേൾ, അവൾ ഈ ക്യാബിൽ കയറിയത്. അതീവ ഗൗരവത്തോടെ അവൻ പറഞ്ഞു. ഓക്കെ സർ, അവളിവിടെ കയറാൻ ഞാൻ നോക്കിക്കോളാം. കീർത്തനയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതുകൊണ്ടൊന്നും പോരാ, എന്നോട് ജാൻ പറഞ്ഞ അവളും അറിയണം. അതും ജാന്റെ വായ കൊണ്ട് തന്നെ. ഞൊടിയിടയിൽ അവൾ പ്ലാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. വാഷ്റൂമിൽ നിന്നിറങ്ങിയ നീലാംബരിയോടായി കീർത്തൻ നിഷ്കളങ്കമായി പറഞ്ഞു. സോറി നീലാംബരി, ഞാൻ കാര്യറിയ തന്നോട് ചൂടായി. സോറി. എനിവേ, താൻ ജാൻ സാറിന് ഒരു ലെമണൈസ്ഡ് ടീ കൊണ്ട് കൊടുക്കുക. നീലാംബരിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഒരവസരം കിട്ടിയിരിക്കുന്നു, ഇതിൽ പിടിച്ച് കയറണം. എങ്ങനെയെങ്കിലും ഒരു സോറി പറഞ്ഞ് കാര്യങ്ങൾ സോൾവ് ആക്കണം. പിന്നെ അയാൾക്ക് അയാളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അവൾ മിനി കിച്ചണിലേക്ക് ഓടി. എന്നാൽ അതേസമയം കീർത്തന ഡാലിയുടെ അടുത്തേക്കും പോയി. ലെമണൈസ്ഡ് ടീ ബെസ്റ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പാക്കറ്റ് കയ്യിൽ വെച്ച് അവൾ അന്തം വിട്ട് നിന്നു. ഫോൺ കയ്യിലെടുത്ത് അവൾ യൂട്യൂബ് ഗുരുവിനോട് ചോദിച്ചു. സൂപ്പർ, ഇതൊന്നുമില്ലല്ലോ. ഐസ് വാട്ടറിൽ ഇത് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ടീ റെഡിയാക്കി നീലാംബരി കിച്ചൺ ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ടു കോഫി മെഷീന്റെ അടുത്ത് നിൽക്കുന്ന ഡാലിയെ. നീലാംബരി മൈൻഡ് ചെയ്തില്ല അവളെ. ജാന്റെ ക്യാബിന്റെ ഡോറിൽ അവൾ മെല്ലെ നോക്ക് ചെയ്തു. യെസ്. അകത്തുനിന്ന് അവന്റെ ശബ്ദം അവൾ കേട്ടു. അവൾ ഡോറിൽ നിന്ന് അകത്തേക്ക് കയറി. പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഡോറിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ജാൻ. നീലാംബരി കണ്ടതും അവൻ്റെ ഒരു ഭാവം ഉണ്ടായില്ല. സർ, യുവർ ലെമണൈസ്ഡ് ടീ, അവൾ പതിയെ പറഞ്ഞു. അവനിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസ് ഉണ്ടായില്ല. പെട്ടെന്ന് വീണ്ടും ഡോറി നോക്കുന്ന ശബ്ദം കേട്ടു. ജാൻ പെർമിഷൻ കൊടുത്തു. നീലാംബരി നോക്കി നിൽക്കെ കോഫി കപ്പുമായി ഡാലിയ അകത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സർ. സർ ചോദിച്ച ബ്ലാക്ക് കോഫി. അതും പറഞ്ഞ് ഡാലിയ കപ്പ് അവൻ്റെ അടുത്ത് ടേബിളായി കൊണ്ടുവച്ചു. വാട്ട്സ് യുവർ നെയിം? ജാൻ ഡാലിയോടായി ചോദിച്ചു. സർ, ഐ എം ഡാലിയ.
താങ്ക് യു ഡാലിയ. ആൻഡ് യു ക്യാൻ ഗോ നൗ. ഹാവ് എ നൈസ് ഡേ സാർ. ഡാലിയ വിനയം വാരി വിതറി നീലാംബരിയെ നോക്കിയൊന്ന് പുച്ഛി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. നീലാംബരിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ആളൊന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് ആ ലെമൺ ടീയുമായി പുറത്തേക്ക് വന്നവൾ കിച്ചണിൽ പോയി കപ്പ് വാഷ് ചെയ്ത് ക്യാബിനിലേക്ക് നടന്നു. കണ്ടാലേ അറിയാം ജാൻസാറിന് തന്നോട് ദേഷ്യമാണ്. തന്നെ കണ്ടിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഒരു മിസ്റ്റേക്ക്, ഒരു സിംഗിൾ മിസ്റ്റേക്ക് മാത്രം മതി. ഇനി തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ടെർമിനേഷൻ ഉറപ്പാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ ഒരു വഴി? അവൾ ഡെസ്കിൽ തലയാഴ്ച കിടന്നു. നീലാംബരി ഡെസ്കിൽ തലയാഴ്ച കിടന്നു. മനസ്സിന് വല്ലാത്ത ഭാരം പോലെ. ഏയ് നീലു, എന്തു പറ്റിയടാ? അശ്വിൻ അവളുടെ തോൾ കൈവച്ച് ചോദിച്ചു. നീലാംബരി തന്റെ ചുമലിരുന്ന അശ്വിന്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഓക്കെയാണ് അശ്വിൻ, ചെറിയൊരു തലവേദന. നീലാംബരി, ഇയാളത് രാവിലെ തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ? ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നാൽ മതിയല്ലോ, എന്തിനാ ഇവിടേക്ക് വന്ന്? കീർത്തന കിട്ടിയ അവസരം മുതലാക്കി നീലാംബരിയുടെ മെക്കിട്ട് കയറി തുടങ്ങി. അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. കഴിഞ്ഞ ദിവസം വിക്രം പറഞ്ഞ ജോലി കംപ്ലീറ്റ് ആയോ? കീർത്തന വീണ്ടും ചോദിച്ചു. ആയി. നീല 15 സെക്കൻഡിൽ മറുപടി പറഞ്ഞു. എന്നാൽ ആ ഫയൽസ് എല്ലാം എടുത്ത് ജാൻ സാറിന്റെ ക്യാബിൽ കൊണ്ടുവെക്ക്. കീർത്തന ഓർഡർ ഇട്ടു. നീലാംബരി കീർത്തനെ സംശയത്തോടെ നോക്കി. എല്ലാ ഫയൽസും എന്തിനാ വെക്കുന്ന കീർത്തന? വിക്രം സാർ പറഞ്ഞ് ജാൻ സാറിനോട് ചോദിച്ചിട്ട് കുറച്ച് ഫയൽസ് ആദ്യം കൊടുക്കാനാണല്ലോ. ഇതിപ്പോൾ കുറേ ഫയലുണ്ട്, അതൊക്കെ ഒരുമിച്ച് കൊടുത്ത് അദ്ദേഹം ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നീലാംബരി പറയുന്ന കേട്ട് കീർത്തന അതീവ ദേഷ്യത്തോടെ അവളോട് കയർത്തു. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. വേറൊരു പ്യൂണാണ് നീ. സിഇഒയുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനേ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ട്, മനസ്സിലായല്ലോ? കീർത്തന ദേഷ്യത്തോടെ പറഞ്ഞു. നീലാംബരി ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവളോട് മൗനം പാലിച്ചു. തന്റെ ഓരോ പ്രവൃത്തിയും ഈ ഓഫീസിൽ തന്നെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാമെന്ന് അവൾക്ക് പേടിയുണ്ടായി. അവൾ തന്റെ കയ്യിൽ കൊള്ളുന്ന അത്രയും ഫയൽ കയ്യിലെടുത്ത് ജാന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ഇരുകൈയിൽ നിറഞ്ഞിരിക്കുന്ന ഫയൽസ് കാരണം വളരെ കഷ്ടപ്പെട്ട് അവൻ വാതിൽ നോക്ക് ചെയ്തു. കമീൻ. അവൾ ഡോർ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. ലാപ്ടോപ്പിൽ സ്പീഡിൽ എന്തോ ടൈപ്പ് ചെയ്യായിരുന്നു ജാൻ. സർ, വിക്രം സാർ റെഡിയാക്കാൻ പറഞ്ഞ സ്റ്റാഫ് ഡീറ്റെയിൽസാ ഈ ഫയലിൽ. അവൾ ജാന്റെ മുഖത്ത് നോക്കിയാണ് അത് പറഞ്ഞത്. എന്നാൽ അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മുഖമുയർത്തി അവളെ നോക്കിയത് പോലുമില്ല. അവൾ പതിയെ ഫയലെല്ലാം അവന്റെ ടേബിളിലേക്ക് വെച്ചു. പെട്ടെന്ന് കുറച്ച് ഫയൽ അടുക്കേറ്റി നിലത്തേക്ക് വീണു. ജാൻ രൂക്ഷമായി നിലത്തെടുക്കുന്ന ഫയലിലേക്ക് നോക്കി. സോറി സർ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്രയും ഫയല്. അവൾ വിക്കി വിക്കി പറഞ്ഞു തുടങ്ങിയതും വീണ്ടും ആരോ ഡോർ നോക്കുന്ന ശബ്ദം കേട്ടു. ജാൻ പെർമിഷൻ കൊടുത്തും കയ്യിൽ വളരെ കുറച്ച് ഫയൽസുമായി ഡാലിയ അകത്തേക്ക് വന്നു. സർ, മിസ്റ്റർ വിക്രം പറഞ്ഞ സ്റ്റാഫ് ഡീറ്റെയിൽസ് ആണ്. സാറിന് നോക്കാനായിട്ട് കുറച്ച് ഫയൽസ് കൊണ്ട് വന്നിട്ടുണ്ട്. സാർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, ബാക്കി കൂടി കുറച്ചായിട്ട് എത്തിക്കാം. ഡാലിയ വീണ്ടും വിനയം വാരി വിതറി. യെസ്, ടേബിൾ ചെയ്യൂ, ജാൻ ഗൗരവത്തിൽ പറഞ്ഞു. ഓക്കെ സർ. പറഞ്ഞുകൊണ്ട് ഡാലിയ ടേബിൾ ഫയൽ വെച്ച ശേഷം നീലാംബരി നോക്കി അത്ഭുതം അഭിനയിച്ചുകൊണ്ട് ജാൻ കേൾക്കാനോണം പറഞ്ഞു. എന്താ നില ഇത്? കീർത്തന മേഡം പറഞ്ഞല്ലേ ഇതെല്ലാം ഒരുമിച്ചുകൊണ്ട് ഇവിടേക്ക് വരരുതെന്ന്? താനെന്തിന് ഇത്രയും ഫയൽസ് ഇവിടെ കൊണ്ടുവന്ന്? തനിക്ക് ആദ്യം ക്യാബിനെത്താൻ വേണ്ടിയാണോ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന്? ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും, വെറുതെ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട. നീലാംബരി അത്ഭുതവും അതിലുപരി ദേഷ്യവും കലർന്ന ഭാഗത്തിൽ ഡാലിയെ തുറിച്ചു നോക്കി. ശേഷം ജാനയും കണ്ണു ചുരുക്കി തന്നെ നോക്കിയിരിക്കുന്നവനെ കാണി അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. വേഗത്തിൽ നിലത്തുനിന്നും ഫയലുകൾ പെറുക്കിയെടുത്ത് ടേബിളിലുണ്ടായിരുന്ന ഫയലുകളും കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയവൾ. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. പക്ഷേ കരഞ്ഞുകൊണ്ട് തോറ്റു പിന്മാറാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഇനി എന്ത് എന്നോർത്തുകൊണ്ട് അവൾ ക്യാബിനിൽ വന്നിരുന്നു. ആദ്യത്തെ ദിവസമായതിനാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. രാവിലെ ഒന്നും മര്യാദക്ക് കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അവൾ ഫോൺ കയ്യിലെടുത്ത് കാവ്യക്ക് മെസ്സേജ് അയച്ചു. കാത്തിരിക്കാം, ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്.